എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചെറുപയർ ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. 1/2 കപ്പ് ചെറുപയർ നന്നായി കഴുകിയ ശേഷം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ദിവസം രാവിലെ ആ കുതിർത്തി വെച്ചിരുന്ന വെള്ളമൊക്കെ മാറ്റിയ ശേഷം ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുത്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയും ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയും 2 ഉണക്കമുളകും ഒരു പച്ചമുളകുമാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ബാസ്മതി റൈസ് ആവശ്യമുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന പൊടികളുടെയൊക്കെ അളവ് ചേർക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളത് പറഞ്ഞു തരാം. ഈ ചെറുപയർ ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ 2 നുള്ളു കായപ്പൊടി ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷമാണ് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടിയാണ് ചേർക്കുന്നത്. ഇനി ഈ പൊടികളെല്ലാം ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷമാണ് ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നത്. തക്കാളി ചേർത്ത് ഈ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരാനുണ്ട്. അപ്പോൾ ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ചെറുപയറും അരിയും ഒക്കെ ചേർക്കാനുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്തി വെച്ചിരുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയ ശേഷം രാത്രിയിൽ കുതിർത്തി വെച്ചതാണ്. അടുത്ത ദിവസം രാവിലെ ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുത്തതാണിത്. ഇതിപ്പോൾ കുതിർത്തിയെടുത്ത ശേഷം 1 കപ്പ് നിറയുണ്ട്. അപ്പോൾ ഇത് മസാലയുമായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് ബാസ്മതി റൈസാണ്. അപ്പോൾ ഈ ബാസ്മതി റൈസ് വെള്ളത്തിലൊന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. 1 കപ്പ് ബാസ്മതി റൈസ് കഴുകിയെടുത്ത ഉടനെ തന്നെ ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് 1 മിനിറ്റ് നമുക്ക് ഈ അരി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അരി നല്ലതുപോലെ ഈ മസാലയുമായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ ചോറാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു റൈത്തയും പപ്പടവും ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയൂണൊക്കെ അടിപൊളിയാക്കാം. നല്ല മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ ചോറാണിത്. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഉപ്പ് അല്പം കുറവായിരുന്നു. ഞാനിപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉപ്പിൻ്റെ അളവ് ഒരല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഉപ്പുണ്ടാവുകയുള്ളൂ. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലൊന്ന് തിള വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2ാമത്തെ വിസിൽ വരുന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. പ്രഷർ നന്നായിട്ട് റിലീസ് ചെയ്ത ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ. ഞാനിപ്പോൾ 15 മിനിറ്റിന് ശേഷമാണ് കുക്കർ തുറന്നിട്ടുള്ളത്. ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് സൈഡിൽ നിന്നും ഒന്ന് ഇളക്കി കൊടുക്കാം.
ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ ചോറിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്